ഷാഡോ പവറിൻ്റെ നമുക്ക് ഷോറൂമിലേക്ക് ഒരു 3 പോസ്റ്റിലേക്ക് നമുക്ക് വേക്കൻസീസ് ഉണ്ട്. അർജൻറ്റായിട്ട് നമുക്ക് ആളെ നമ്മൾ നോക്കുന്നുണ്ട്. ഷാഡോ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹോണ്ടയുടെയും മറ്റുള്ള പല പ്രമുഖമായ കമ്പനികളുടെയും, അതായത് അഗ്രികൾച്ചറൽ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെഷീനറി, ജനറേറ്റർ, ഇങ്ങനെയുള്ള അതുപോലെ പവർ ടൂൾസുകൾ, ഹാൻഡ് ടൂൾസുകൾ, ഇങ്ങനെയുള്ള മെഷീനറികൾ, അതുപോലെ ടൂൾസുകളെല്ലാം ഡീൽ ചെയ്യുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫേമാണ്. നമുക്ക് ഷോറൂം, അതുപോലെ തന്നെ സർവീസ് സെൻ്റർ ഉണ്ട്. നിങ്ങൾ മെഷീനറിയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് www.shadowpower.in എന്നുള്ള നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഞങ്ങളുടെ പ്രൊഡക്ട്സിനെ പറ്റി ഡീറ്റെയിൽ അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ഈ ഷോറൂമിലേക്ക്, മൂവാറ്റുപുഴയാണ് ഷോറൂം, അവിടേക്ക് നമുക്ക് അർജൻറ്റായിട്ട് നമുക്ക് വേണ്ടി വരുന്ന 3 വേക്കൻസി, അതായത് ഒന്ന് ഷോറൂമിലേക്കുള്ള സെയിൽസ്, ഷോറൂം സെയിൽസിലേക്ക് ആളെ ആവശ്യമുണ്ട്. ഷോറൂം സെയിൽസ് കം ടെലികോളിംഗ്, അതാണ് നമുക്ക് വേക്കൻസി വരുന്നത് ഒന്ന്. അതുപോലെ രണ്ടാമത് വേക്കൻസി നമുക്ക് ഫീൽഡിലേക്ക് നമുക്ക് സെയിൽസ് ഓഫീസറെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് മാനേജറെ നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടെക്നീഷ്യൻസ്, ട്രെയിനി ആയിട്ടുള്ളവരും അതല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ, മെക്കാനിക്കൽ, അതുപോലെ ഡീസൽ മെക്കാനിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൈഡ് ആയിട്ട് പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ, നമ്മുടെ മെഷീനറീസ്, ടൂൾസുകൾ, ജനറേറ്ററൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആളെ നോക്കുന്നത്. ഈ 3 വേക്കൻസിയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അതായത് ഡീറ്റെയിലിംഗ് പറയുമ്പോൾ ഈ ഷോറൂം സെയിൽസിലേക്കും ടെലികോളിങ്ങിലേക്കും വേണ്ടവർക്ക് +2 അതല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ നമുക്ക് ക്വാളിഫിക്കേഷൻ മതി. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് ഫീൽഡ് സെയിൽസ് ഓഫീസർ, അതുപോലെ സെയിൽസ് മാനേജറാണ്. അവർക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി മതി. അവർക്ക് ഈ ഫീൽഡ് സെയിൽസിലുള്ളവർക്ക് കമ്പ്യൂട്ടർ നോളജ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഷോറൂം സെയിൽസിലുള്ളവർക്ക് നമുക്ക് കമ്പ്യൂട്ടർ നോളജ് അവർക്ക് ആവശ്യമുണ്ട്. കാരണം കമ്പ്യൂട്ടറിൽ അവർ കസ്റ്റമർ കോട്ടേഷൻ അയക്കാനും കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി അടക്കം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ പരിപാടികളായിട്ട് ഓൺലൈൻ പല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവർക്ക് കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ്. പിന്നെ അടുത്തൊരു വേക്കൻസി നമ്മൾ പറഞ്ഞത് ടെക്നീഷ്യൻ വേക്കൻസി നമ്മൾ IT അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകളെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ആളുകളായാലും മതി. ട്രെയിനി ആയിട്ട് അവരെ കൺസിഡർ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ്ഡ് ഉള്ളവരെ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ മെഷീനറി സർവീസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മെക്കാനിക്കൽ സൈഡ് വർക്ക് കഴിഞ്ഞ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പഠിച്ചിട്ട് മെക്കാനിക്കലിനോട് അഭിരുചിയുള്ള ആളുകൾക്ക് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. ആ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കാവുന്നതാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി പറയാവുന്നതാണ്. അപ്പോൾ സാലറി എല്ലാവർക്കും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാലറി സ്ട്രക്ചർ അല്ല. ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള സാലറി രീതി ആയിരിക്കില്ല. കാരണം എക്സ്പീരിയൻസ്ഡ് ഉള്ളവർക്കും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ കൂടിയവർക്കും അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഉടനെ തന്നെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡേറ്റ ഉടനെ അറിയിക്കുക.